വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിൽ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകണമെന്നറിയോ? എങ്ങോട്ടാ? 4 മണിക്ക് എണീച്ചിരിക്കുന്നേ. അനിയത്തിക്ക് ഒരു 3 മണി 2 മണിക്കേ വേദന അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൂടെയുള്ള വേദന, ഒരേന്നൊക്കെ വേദന. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ. പെയിൻ വന്നിട്ട് ഓക്ക് എന്നാ ഡേറ്റ്? 29-ാം തീയതി ആയിരുന്നു ഡേറ്റ് പറഞ്ഞത്. നേരത്തെ ആയി. നേരത്തെ എണീച്ച് ആൾ പോകാൻ നിൽക്കുകയാണ് കൂടെ. എൻ്റെ പൊന്നെ എന്താത്! ഭയങ്കര തണുപ്പ്. പക്ഷെ കോട കാണാനില്ല. അന്ന് കോട ഉണ്ടായിരുന്നു. ഭയങ്കര എൻ്റെ ഓ എന്ത് തണുപ്പറിയോ. ചില തുറന്നിട്ടാത്ത തണുപ്പ് അമ്മ കാത്ത് കിട്ടും. ഉമ്മ സാധനങ്ങളൊക്കെ എടുക്കണ്ടോ ചോട്ടെ? ഉമ്മ നിങ്ങൾ സാധനമൊക്കെ എടുക്കണ്ട്? സാധനം ഒന്നും ഇപ്പം എടുക്കണ്ടേ? സാധനമൊക്കെ ഇപ്പം എടുക്കണോ? അല്ല, അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താൽ പോരെ? നിങ്ങൾ ഓട്ടോ വിളിച്ച് വരി, സ്റ്റാൻഡിലുണ്ടാവുമല്ലോ. ഹോസ്പിറ്റലിലേക്കുള്ള ബേക്ക് ഇടാനാ? ഒരു നൈറ്റിയും ഒരു ഷോളും എടുത്തോ. നൈറ്റി ഒരു ഷാൾ എടുത്തോ. ഒരു ഷാളും ചെക്ക് ചെയ്തിട്ട് എന്താക്കും? അഡ്മിറ്റ് ആക്കണം. നമുക്ക് നല്ല വേദനയുണ്ട്. ഞാൻ പറഞ്ഞോളൂ. ഹലോ, അതും അഡ്മിറ്റ് ആക്കൂട്ടോ. നല്ല വേദന ഉണ്ടെങ്കിൽ അടുത്തോളി. എന്നാല് ആ മുഖം കണ്ടാ അറിയാം. ഇത്ര വേദന ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞേ? എന്തായാലും 29-ാം തീയതി ഡോക്ടർ ആ ഒരു ഡേറ്റ് പറയുകയാണല്ലോ ചെയ്യാം. പക്ഷേ 29-ാം തീയതി ഡോക്ടർ ആ ഡേറ്റ് പറയുകയാണല്ലോ ചെയ്യാം. അതിന് മുമ്പ് ഏത് സമയത്തും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ. ലഗേജൊക്കെ മുൻപേ സെറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. ഉമ്മ തിന്നാനുള്ളത് വേഗം സെറ്റാക്കി. പിന്നെ തലവേദന മൈഗ്രൈനും ഉള്ളതാ. തിന്നാണ്ടിരുന്നാലേ പിന്നെ ശരിയാവില്ല. ഓലതാ ഗൈസ് ഇറങ്ങുന്നു. ഓട്ടോ കളിക്കാൻ പോയാൽ ഓട്ടോ കിട്ടിയില്ലേ? ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ്. രാവിലെ ഇൻഷാല്ല വിളിക്കുക, അഡ്മിറ്റ് ആക്കാൻ വിളിക്കുക വരാം. അങ്ങനെ ഗൈസ് രാവിലെ പോകുന്നു. പിക്കപ്പ് ഓട്ടോ വിളിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഗൈസ് ഓല് പോയിക്കുന്നതിന് ബാക്കിയുള്ള അപ്ഡേഷൻ നമുക്ക് രാവിലെ അറിയാം. ഞാൻ എന്താ മോളാടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കിടക്കട്ടെ ഗൈസ്. അങ്ങനെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. വികസനമുണ്ട്, മിക്കവാറും ഡെലിവറി ഇന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു എന്തായാലും 29-നൊക്കെ ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞ് 29-നൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് വേദന വന്നിട്ടാണ് ഇന്നങ്ങനെ പോയത്. അപ്പോൾ മോള് നല്ല ഉറക്കുക. മോളെ എണീക്കുമ്പോൾ എനിക്ക് വേഗം അടിച്ചാരി തൊടിക്കുകയൊക്കെ ചെയ്ത് ഫുഡ് ഉണ്ടാക്കണം. എന്നിട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പം ഞാൻ വേഗം എന്തായാലും പണി തീർക്കട്ടെ കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടുന്നാണ്ടല്ലോ എൻ്റെ പണിയും തീരില്ല, മോൾ എണീക്കുകയും ചെയ്യും. അപ്പോൾ വേഗം പണി തീർത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്കിത്തിരി ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കട്ടെ. കടിയൊന്നും ആക്കിയില്ല, മോൾ എണീക്കുകയും ചെയ്തു. ഞാൻ ചായ കുടിക്കട്ടെ. പൊന്നെ എൻ്റെ പച്ചോനെ തെണീച്ചുമ്പച്ചിൻ്റെ മോള് നീച്ചോ ചിരിക്കല്ലേ? കാലം റസ്കും കുട്ടി. ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ഹോസ്പിറ്റലിലാക്കിയിട്ട് വന്നു കേട്ടോ. വന്നപ്പോൾ ഇവിടെ ഉണ്ട് ഒരാൾ ആണ്ടിൽ നൂറ്റാണ്ടിൽ എന്നൊക്കെ പറയൂലേ, 12 വർഷത്തിലൊരിക്കൽ
12 വർഷത്തിലൊരിക്കൽ അടുക്കള കാണുന്ന പോലെ അതാ കിടന്ന് അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്നത്. മീൻകറിയൊക്കെ വെക്കാൻ മറന്നുപോയി കുട്ടി. മീൻകറി വെച്ചു, ഉപ്പേരി ഉണ്ടാക്കി. ഒക്കെ മോളെ വെച്ച് ഞാൻ ചെയ്തു. മീൻകറി മാത്രമേ വെച്ചുള്ളൂ. മീൻകറി വെച്ച് ഉപ്പേരി ഉണ്ടാക്കില്ല. അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കില്ല. അടിച്ചാരി തൊടിച്ച് എല്ലാ പണി തീർന്നതാ. മോളിതാ ഒന്ന് കളിക്കുന്നുണ്ട്. ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കതാ പൊറോട്ട കേട്ടോ. അതിനോട് ബീഫ് കറി വാങ്ങി കൊണ്ടുവരാൻ എന്നെ പറ്റിച്ചിട്ട് കൊണ്ടുവന്നില്ല. മോണിപ്പിച്ചാൻ ഗ്ലാസ് എടുക്ക്. ഈ കറി വേണോ ആ കറി വേണോ? ആദ്യം ഒരു കറി തിന്നു നോക്കട്ടെ. അന്റെ കറി എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയതല്ലേ, ഗുണം ഉണ്ടാവൂല. യാമി അങ്ങോട്ട് ഉരുളണ് ഇങ്ങോട്ട് ഉരുളണ്. യാമി 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 നോക്കണമെന്നുണ്ട്, പക്ഷെ തല പൊന്തിടിച്ചിക്കണ. ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഞാൻ ചട്ടിയോട് എടുത്താട്ടെ. എനിക്ക് വലിയ പാത്രം എഴുതാനാവാത്തയും കൊണ്ട് നമ്മളല്ലേ. അതെ, ഞങ്ങളെ കഴിക്കാട്ടോ. പനി ഇന്നലെ ഉണ്ടായിന്ന് പറഞ്ഞു. ഈ ഷീറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പേർച്ചേസ് ചെയ്താട്ടോ. നല്ല സുഖം നമുക്ക് കിടക്കാനൊക്കെ. ലിഗ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ. കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവരൊക്കെ 5 വയസ്സ് ഇളയതില്ലേ ഭാഗ്യവതി ഇളയ പിക്കിലീസ. എല്ലാരും ഇതിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്നു ഹോസ്പിറ്റലിലേക്ക്. ടർക്കി എടുക്കുകയാണ്. പപ്പയൊന്നും എടുക്കാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ.